വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നൈറ്റ് ഓഫ് ഡേ ആണ് എനിക്ക്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ഫ്രഷായി വന്നു. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോലും. ഡെയിലി ചപ്പാത്തി, ദോശ, ഇഡലി, പുട്ട് അങ്ങനെയല്ലേ. അപ്പോൾ ഇന്ന് അമ്മ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞിന്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ഇത്. അത് പിന്നെ ഉലുവയും തിരക്കലരിയും കൂടിയിട്ട് തേങ്ങയും വെള്ളെല്ലാം ഇട്ടിട്ട് ഒരു പായസം ആക്കിയതാണ്. രാവിലെ തന്നെ രാവിലെ ചായ കുടിച്ചു, ബിസ്ക്കറ്റും തിന്നു. അതിന് പുറമെ ഇത് കർക്കിടകത്ത് കഴിക്കുന്ന കർക്കിടകത്തിലെല്ലാം മഴയത്തെല്ലാം ഇത് കുടിക്കാൻ നല്ല രസം. അമ്മമ്മ പറഞ്ഞിട്ട് വെച്ചാണ്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ ഉലുവ ഇട്ടതിന്റെ തന്നെ അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് കുടിക്കട്ടെ, തിന്നട്ടെ. ഞാനിത് നിർത്തി കേട്ടാ, മതിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊന്നും ഇത് പറ്റുന്നില്ല. ഹലോ. അപ്പം അങ്ങനെ നമ്മളിത് തോട്ടിൽ നിന്നാണ് കേട്ടോ അലക്കുന്നത്. എപ്പോഴൊന്നും അലക്കില്ല. ഇപ്പം നല്ല വെള്ളമെല്ലാം മഴയെല്ലാം പെയ്ത് വെള്ളം കച്ചറയെല്ലാം ഒലിച്ചു പോയില്ലേ. അപ്പോൾ തോട്ടിൽ നിന്ന് അലക്കാൻ വേണ്ടി പോയിന്ന്. നല്ല ഒഴുക്ക് വെള്ളമാണ്, കാണിച്ചു തരാം. അപ്പം അമ്മേതാ തുണി എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മളെ തോട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ ഫുൾ വെള്ളമായിരുന്നു. വെള്ളമെല്ലാം വറ്റി. പിന്നെ തോടെല്ലാം നല്ല നീറ്റായി. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ തോട്. നല്ല അടിപൊളി നല്ല വെള്ളമാണല്ലേ മേ? നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം അമ്മ എങ്ങനെ ഇളക്കുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളം. കഴിഞ്ഞ ദിവസം ഞാൻ നടന്നിട്ട് വരുമ്പം അതിലെല്ലാം ഞണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, വെള്ളം കയറിയോണ്ട്. ശരിക്കും ഇന്നാണ് ഒരിത് വന്നതാണ് കേട്ടാ നമ്മളെ വീട്. ഇന്നാണ് കുറച്ചൊരു വെയിൽ പോലെ വരുന്നത്. ഇന്നാണ് ഇത്ര ദിവസം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത മഴയല്ലേനോ. അങ്ങനെ നമ്മൾ തോട്ടിൽ പോയി അലക്കിയിട്ടെല്ലാം വന്നിട്ടാ. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അടിച്ചു വാരി തുടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനി വേഗം തന്നെ അടിച്ചു വാരി തുടക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വാരി തുടക്കുന്നതിലിടക്കുന്ന അമ്മ വിളിക്കുന്നു. അയച്ചേ നമുക്ക് കൈതച്ചക്ക പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. വിളിക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അപ്പാപ്പ നട്ടതാന്ന്. അന്നേരം പിന്നെ ആ സമയത്ത് ഉണ്ടായത് തന്നെ കഴിച്ചിട്ട് അവിടെ കുത്തി വെച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ ഉണ്ടായിക്കോടിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര കാടാണ് കേട്ടോ. നോക്കട്ടെ. ഇപ്പോൾ കൈതച്ചക്ക പൊട്ടിക്കാൻ നോക്കുകയാണ്. ഭയങ്കര കാടായിന് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ കൊത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ പന്നി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ പന്നിയോ അങ്ങനെ എന്തെങ്കിലും വന്ന് കൊത്തുന്നോണ്ട് പിന്നെ നമ്മൾ പഴുപ്പിക്കുക ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ പഴുക്കും. കുറേ ഉണ്ട് അടിയെല്ലാം, പക്ഷേ മൂത്തില്ല. ഇത് കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഇത് മൂത്തില്ല. ഇങ്ങനെ വെച്ചാല് അത് പഴുത്തോളൂ. ഇതിന്റെ ഇടയ്ക്കിലെല്ലാം ഉണ്ട് കേട്ടാ. ഇതാ പറിക്കാനുണ്ട്, കിട്ടുന്നില്ല. അതല്ലേ നല്ലോണം പഴുത്താല് പന്നി വരുന്നു. മൂത്തിന് നല്ലോണം മൂത്തിന് മൂന്നൊക്കെ ഉണ്ടോന്ന് അറിഞ്ഞില്ല. അപ്പൊ അമ്മ എങ്ങനെ ഉണ്ടാ കാട്ടില് പോയിട്ടുണ്ട് കേട്ടാ പറിക്കാൻ വേണ്ടിട്ട്. കൊടും കാടായിട്ടുണ്ട്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് തന്നെ എന്തൊരു കാടാന്ന്. അപ്പൊ നിറച്ച് പൈനാപ്പിളും ആയിട്ട് വരുന്നുണ്ട് അമ്മ. ആർക്കെങ്കിലും വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇത്രയും പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ ചള്ളെല്ലാം പിന്നെ മൂത്തതാണ്. പിന്നെ അത് പഴുത്തോളൂ കേട്ടാ. ഇപ്പോഴേ കൊത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ പിന്നെ കിട്ടൂല. ഇതെന്തോ ഭാഗ്യത്തിനൊന്നും കൊത്താന്ന് ഇതും അതും. അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിത് നടാൻ പോവാന്ന് കേട്ടാ. ഇതിങ്ങനെ ഒരിതാണ് നടുക. എന്നാലും അടുത്ത വർഷം ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇത് കഴിഞ്ഞ വർഷം അപ്പാപ്പ നട്ടിട്ട്
അത് നമ്മൾ കഴിച്ചിട്ട് അത് കുത്തി വെച്ചല്ലേ, ജസ്റ്റ് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ആക്കി വെക്കുകയോ വേണ്ടു. ടൗണിലെല്ലാം ഉള്ളവർക്ക് പൈനാപ്പിൾ കൃഷി നിലം വെച്ചാൽ ഭയങ്കരമായിരിക്കും, നാട്ടിൻപുറത്തെ പോലെയല്ല. ഞാൻ അങ്ങ് ചെറുക്കൂടെ പോയി നടാം. ശരി തന്നെ. നന്നായിട്ട് നല്ല ആക്കുമല്ലേ. വന്ന് കൈതച്ചക്ക പകുത്തതെല്ലാം പൊട്ടിക്കലാന്ന്. അപ്പൊ അവിടെ നോക്കുമ്പോൾ താഴെ ചക്ക കാണുന്നതിന് അടുത്ത പരിപാടി ചക്ക ചക്ക പറിക്കലാന്ന്. അത് അമ്മമ്മ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അമ്മമ്മക്ക് ചക്കാന്ന് വെച്ചാല് അത്രക്ക് ഇഷ്ടാന്ന് കേട്ടാ. അപ്പൊ നമ്മള് ആ ചക്കയും കൂടി പറിക്കാൻ പോട്ടെ. ഇന്ന് ഫുള്ള് പ്രകൃതി രമണീയമായ വീഡിയോ ആണ്. വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ ഇങ്ങനത്തെ എല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ കുന്ന് കയറി വന്നേട്ടാ. നമ്മളെ റബ്ബറാന്ന് എനിക്ക് കിടക്കുന്നു. അവിടെ തന്നെ ഇതാ ചക്കയുണ്ട് താഴെ. അതെ, അപ്പോൾ പറിക്കാൻ എത്തുന്നില്ലല്ലോ, അങ്ങോട്ടെല്ലാം ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പം ഇത് പറിക്കട്ടെ. പറിക്കുമ്പോൾ ഒരാൾ പിടിക്കാൻ നിൽക്കണം, അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. എൻ്റെ അമ്മ അതിപ്പോൾ താഴെ ആ കുണ്ടിൽ പോവാമോ? തീർച്ച അയ്യോ, ഒറ്റ കൊത്തു കൊത്തിയാണ് അമ്മ ഇങ്ങോട്ട്. താഴെ എന്തായാലും എത്തു. ഞാൻ അവിടെ പിടിച്ചു നിൽക്കുക, നിങ്ങൾ കൊത്തുവാ. ചക്ക എങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത് പഴഞ്ചക്കയാ പോകുന്നല്ലോ. അല്ല, ഇത് വരിക്ക ചക്ക. എന്തെയാ അടിപൊളി വരിക്ക ചക്ക. മൂത്തിനാമോ? ഓ, ഇന്നാളേ ആയതാ, ഇനിയും ഉണ്ട്. അപ്പൊ ചക്ക ആയിട്ടുണ്ട്. ഇനിയും രണ്ടെണ്ണുണ്ട്. രണ്ടല്ല, അതിന്റെ വേലെല്ലാം ഉണ്ട് കേട്ടാ. പക്ഷെ അതൊന്നും പറിക്കാൻ കിട്ടും തോന്നില്ല. അത് വെല്ലിച്ചനോട് പറഞ്ഞാൽ ചക്ക പറിച്ചു തരും. വെല്ലിച്ചൻ ചക്ക, വെല്ലിച്ചനാണ് ചക്ക പറയും. അപ്പം അമ്മമ്മക്ക് ചക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചക്ക നമ്മളും പ്രതീക്ഷിക്കാണ്ട് ഇട്ടതാ. കൈതച്ചക്ക നടാൻ വേണ്ടി പോകുമ്പോൾ കണ്ടിട്ട് അമ്മ എങ്ങനെ പറിച്ചു. ഞാൻ ചക്ക കഴിക്കൂല കേട്ടോ, പഴുപ്പിച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ. അമ്മമ്മക്കും ഇഷ്ടമാണ്. അപ്പോൾ അമ്മമ്മേനോട് ചക്ക കിട്ടി ഒരു സാധനം ഉണ്ട്, സർപ്രൈസ് എന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഞെട്ടു. അപ്പോൾ കാണിച്ചു കൊടുക്കട്ടെ, അമ്മേൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഞാനിങ്ങനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഹായ്. നോക്കിയാട്ടെ, നമ്മളെ റോഡുമ്പിലെ വെള്ളം കണ്ട എന്താ നിറച്ചും വെള്ളം ഉണ്ട് കേട്ടാ. അപ്പൊ ഈ പറമ്പിലും കൂടി നോക്കട്ടെ നീച്ചിട്ട് വന്നിട്ടാ ഉള്ളേ. ഫുൾ വെള്ളമായിരുന്നു, ഇപ്പൊ വെള്ളം കുറച്ച് കുറഞ്ഞു. ഈ പറമ്പിലും ഉണ്ട് കേട്ടാ. ഇതൊരു കളറ് മാറ്റാന്നല്ലേ, ഇത് വേറെ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടിയും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈവനിങ് ഒരു പൊട്ടറ്റോനെ കൊണ്ടൊരു പൊട്ടറ്റോ ഫ്രൈ പോലെ ആക്കലാന്ന്. ചോറിനെല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ പോവാന്ന്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഷോർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെയായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുണ്ടാക്കട്ടെ. ഉച്ചക്കത്തെ ചോറിന് അമ്മേൻ്റെ കറിയെല്ലാം ആയി. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഫുൾ വീഡിയോ ഷോർട്സ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറിനുള്ള സമയമായി. ഓലനുണ്ട്, പിന്നെ പുളിങ്കറി ഉണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, പിന്നെ ഞാനിപ്പോൾ ആക്കി ഇതുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും 10 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. അമ്മമ്മയായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോക്കാന്ന്. നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് അവള് പറഞ്ഞു ഒന്ന് പോയിട്ട് വരട്ടമ്മേ, അച്ഛനും അമ്മയെല്ലാം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ നൈറ്റെല്ലാം എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയിട്ട് വരാം അമ്മ. മറ്റന്നാൾ വരണെന്നാ പറയുന്നേട്ടാ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും